നല്ല പിക്കിള്. കോട്ടയത്തിനൊന്നും വരാറില്ലേ? ഓ, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാ, എങ്ങും വിടത്തില്ല. വരുവാണെ തിരുനക്കര ക്ഷേത്രത്തിനടുത്ത് ഞാൻ ഉണ്ടാവും. ദാസപ്പാപ്പി ചേട്ടനെ അന്വേഷിച്ചാ മതി. ആനത്തോട്ടിക്ക് ഇരിക്കുവേ. കാര്യങ്ങളൊക്കെ ശരിയാകും. വയനാട് വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ ഒരു ദേവസ്വമുണ്ട്, അവനെല്ലാം ശരിയാക്കി തരും. അവന്റെ ഫോൺ നമ്പരും വിലാസവും ഞാൻ അങ്ങോട്ട് തരും. 48 36 12 99 44 48 36 12. പേരെന്നാ പറഞ്ഞേ? വിലാസിനി. വിലാസിനി. ഈ പയറിനൊക്കെ എന്നാ തൊടിക്കട്ടിയാ, ഉച്ചരട്ട് മുറിയത്തൂല്ല. വന്നല്ലോ ബോബന് മോളെ. അതെ, സ്റ്റേഷനെത്തി, ഇറങ്ങ. എന്നാ കള്ളിന്റെ പാടുമില്ലല്ലോ. ഒന്ന് ഒതുക്കേ. ഇതെന്നാ ചുമ്മന സമരാണോ? ഇച്ചിരി കക്കാർച്ചിയുടെ പണമുണ്ട്, അത് വായ അഴിക പോയിക്കോ. പിന്നെ ടെമ്പർനൂത്തിയുടെ വായിലേക്ക് ഊതാൻ നിൽക്കണ്ട. ശരി. രാജേട്ടോ, വണ്ടിയിലോട്ട് കയറിക്കോ. ഒളശ്ശേരി ഞാൻ ഇറക്കാം. ഇന്നാളെ നീ എന്നെ കുടമാളൂർ ഇറക്കാന്ന് പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയല്ലേ കൊണ്ട് വിട്ടത്? അതന്നല്ലേ. നീ വിട്ടോ കുട്ടിയപ്പ. ഇന്ന് എന്നെ ആയാലും ഒളശ്ശേരി ഇറക്കാന്നേ. വേണ്ടെന്നേ, നീ വിട്ടോ. രൂപാരി ഞാൻ ഒളശ്ശേരിക്കായിരുന്നു പോവേണ്ടിയത്. ഓ, ഇന്നിനെങ്ങും പോകുന്നില്ല. കുട്ടിയപ്പൻ ആനെ തപ്പി ചമ്പക്കര മറകാട്ടൊന്ന് പോയതാ. എന്നിട്ട് എന്നായി? ഓ, ഒന്നും അങ്ങ് ഒത്തില്ലെന്നേ. ബീഹാറിൽ പോയാൽ കിട്ടുമെന്നാ ചല്ലു പറയുന്നേ. ആണോ? അത് നന്നായി. പിണ്ടത്തിന് നല്ല വിലയുള്ളതുകൊണ്ട് മുടക്കുന്ന കാശെളുപ്പം തിരിച്ചു കിട്ടും. ആ, കുട്ടിയപ്പൻ ചേട്ടനായതുകൊണ്ട് ആന പിടി തന്നെ ആയിരിക്കും. അല്ല, കൊമ്പനോ? ആണോ? ചേട്ടത്തിയെ, ഷീറ്റ് 70 ഇത് വിറ്റ ഓട്ടോയ്ക്കുള്ളതെങ്കിലും കിട്ടുമോ തങ്കച്ച? പാടാ ചേച്ചി. അതെ, ആന കുടമാളു പള്ളിക്കുള്ള നേർച്ചയാ. ആണോ? അത് നന്നായി. 3 നേരം വെച്ചോളാം. ഏലിയമ്മ ചേട്ടത്തിന്റെ നടു ഒടിച്ചില്ലയോ കാലൻ? എന്നിട്ട് ഒരു നേർച്ച തന്നേ നള്ളേ ചത്തത് നന്നായി. ഇല്ലായിരുന്നെങ്കി അതുങ്ങളും കൂടെ കാണേണ്ടി വന്നേനതല്ല. അല്ല പിന്നെ എന്തല്ലെന്ന്, നിങ്ങളുടെ അച്ഛൻ അയാളുടെ വീട്ടിലെ കാര്യസ്ഥനായിരുന്നു പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ ഇങ്ങനെ താങ്ങി പിടിച്ചോണ്ട് നടക്കുന്ന എന്നാത്തിനാ? അച്ഛോ, വയറു നിറച്ച് കിട്ടിയില്ലേ? ഇനി കുറച്ചേരം പോയി കിടന്നോ. എന്നാ കിടക്കാം. നല്ല ക്ഷീണമുണ്ട്. അല്ല, ശരിക്കും എന്നാ പറ്റിയേ? തെന്നി വീണതാ. തെന്നി വീണ ഇങ്ങനെ പറ്റത്തില്ലല്ലോ. മോളിന്ന് വീണ പോലുണ്ട്. ചത വാഴത്തില. അതെ, ഈ കാപ്പി തരാൻ വേണ്ടി ഏണിയെ കൂടെ കയറി വന്നപ്പോ വീണതാ. ഏണിയെ കൂടെയോ? അത് പുതിയൊരു രീതിയാ. ഈ കാപ്പി തരാൻ വേണ്ടി ഗോവണി കൂടെ കയറി വരുന്ന കണ്ട് ബോറടിച്ചപ്പോ ഒരു ചേഞ്ചിനൊരു ഏണി വെച്ചു കൊടുത്തു. പക്ഷെ ടൈമിംഗ് ഒന്ന് പാളി. കുട്ടിയപ്പോ എന്നാ സുഖം തോന്നുന്നുണ്ടോ? നമുക്ക് വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടുക്കാം. നല്ല കൊച്ചു പെമ്പിള്ളേര് കിട്ടുമോ നോക്കട്ടെ വീട്ടിലെടുത്താൻ. വേണ്ട, നടു ഒടിഞ്ഞാലും ഞാൻ തന്നെ വെച്ചോളമ്പി തന്നോളാം. അതെ, ഏലിയാമ്മ ചേട്ടത്തിയോട് കാണിച്ച കന്നന്തിരിവിന് എന്നാങ്കിലും ഒരു പ്രായച്ചിത്തം ചെയ്യേണ്ട ബാപ്പുജി. ഒരു ഐഡിയ പറ. ഇപ്പൊ പറയാൻ മേലെ വേണ്ട, സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാലും മതി. കിട്ടിയോ? കിട്ടിയോ?
എടാ ഗോപി ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഈ തലയും താടിയൊക്കെ ഒന്നും ഡൈ ചെയ്യാൻ മേലേ? അതെ കറ പഠിക്കാൻ പപ്പിന് സമ്മതിക്കാതെ. അതെ, ഈ പരിപാടി ഇപ്പൊ വല്ലതും നടക്കോ? കുറെ നേരമായല്ലോ കൊണ്ടുവന്ന് ഇരുത്തിട്ട്. ഒറ്റപ്പ ഉണ്ടാക്കാൻ ഇരിക്കുന്നേ. രൂപ 10,000 അങ്ങോട്ട് തരുന്നേ. ഇതൊക്കെ തലേ വെച്ച് പൂന്തോട്ടാ ഗ്ലാമറായിട്ട് നിക്കുന്നേ. എടി രൂപ 10,000 തരുന്നേന്ന്. ഇപ്പൊ ചില പെമ്പിള്ളേരെ കമ്പ്യൂട്ടർ വഴി 1-2 ലക്ഷം വാങ്ങിക്കുന്നേ. ഇവക്കൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ശരിയാ. നമസ്കാരം. ഓ ചെറിയൊരു ആദരിക്കല. അതെ കുട്ടി പോ. ആ പ്രസിഡന്റ് നമസ്കാരം. നമസ്കാരം. നീ വന്നേ. എന്നാ? അതെ, ഇതൊരു പാവനമായ സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ അന്തസ് കെടുത്തുന്ന ഒരു പ്രവൃത്തിയും ഇന്നേ അവരിവിടെ നടത്തിയിട്ടില്ല. എന്റെ തോന്നി എന്നെ പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ അല്ലേ പിള്ളേച്ച? കുട്ടിപ്പം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരുതരം പരിപാടിയില്ലേ, അതിന് ഈ ഹോൾ തരാൻ പറ്റത്തില്ല. അയ്യേ പരിപാടി ഒന്നും നടത്തത്തില്ലെന്നേ. പരിപാടി റിട്ടയർ ചെയ്ത 7 മഹിളാ രത്നങ്ങളെ ആദരിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ അടച്ച് ഹോൾ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. രസീതില്ലേ കയ്യിൽ? അതിന്റെ ഇടയ്ക്ക് ഉടക്കുണ്ടാക്കുന്നത് അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. സമൂഹത്തിൽ കുറച്ചെങ്കിലും മാന്യതയും സംസ്കാരവും ഉള്ളവരെ ആദരിക്കുന്നതിൽ തെറ്റില്ല. ഇത് ചുമ്മാ കണ്ട അറിവാൻ. നോ അതും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ലൈംഗിക തൊഴിലാളികൾ ബ്രാക്കറ്റ് റിട്ടയർ, അതാ കറക്റ്റ്. ഇനിയിപ്പോ എന്നാ തൊഴിലാളിയാലെന്നാ ഇവിടെ കയറ്റി കയറ്റി മാല ഇടിക്കാനും കാശ് കൊടുക്കാനും പറ്റത്തില്ല. അത്രേ ഉള്ളൂ. സംസ്കാരം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമല്ല ഈ പഞ്ചായത്ത് ഹാള്. എന്റെ പൊന്നു തുമ്മിച്ചോ, ജാതി പറഞ്ഞ് വോട്ട് മേടിച്ച് ജയിച്ചേച്ചു. നീ ഇങ്ങനെ ഞെളിക്കുന്ന സംസ്കാരത്തെ പറ്റി പറയുമ്പോട്ടല്ലോ നിന്റെ ഗുരുനാഥമൊക്കെ ഒരു കുത്തുവച്ചേരാനാ തോന്നുന്നേ. പക്ഷെ വയലൻസേ എന്റെ മാനിഫെസ്റ്റോയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ ഞാനിവിടെ ഈ പരിപാടി അങ്ങ് നടത്തും, വേറൊന്നും കൊണ്ടല്ല. അതാണ് എന്റെ ഒരു ഇത്. എന്നാ പിന്നെ ബാക്കി പോലീസ് നോക്കിക്കോളൂ. അങ്ങനെ നല്ല കാര്യമല്ലോ ചെയ്യും. കുറെ നാളെ സ്റ്റേഷനിലൊക്കെ കിടന്നു. വിളി അറിയാം, വിളിയല്ലേ? പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യല്ലേ? അറസ്റ്റ് ചെയ്യും, സ്റ്റേഷനിൽ കൊണ്ടുപോകും, ചിലപ്പോ ഒരു 10-15 ദിവസം റിമാൻഡ് ചെയ്യും. എന്നും ഇങ്ങനെ സ്വന്തം വീട്ടിൽ കിടന്ന ബോറടിക്കത്തില്ലേ? അവിടെ ആവുമ്പോ കള്ളന്മാരെയും പേടിക്കണ്ട. സേഫ് പോവാ, ചേഞ്ച് പോവാ. കിട്ടിയോ? കിട്ടിയില്ല. അത് പറ്റുകയല്ല. നമ്മളെ പിടിച്ചോണ്ട് പോകുന്ന പോലെ അല്ല അതുങ്ങളെ. ആ പാവങ്ങളിൽ പോലീസ് കൊണ്ടുപോകും. ഈ വയസ്സാം കാലത്ത് അതുങ്ങളെ ജയിലിൽ കയറണം. കഷ്ടല്ലേ? അത് ബോറാവൂല്ലേ? ബോറാകുമോന്നല്ല, ബോറാ. എന്താ പിന്നെ വെന്യൂ ഒന്ന് മാറ്റി പിടിച്ചാലോ? ചേട്ടത്തിമാരെയും കൊണ്ടൊരു നഗരി കാണിക്കും. കിട്ടിയോ? കിട്ടി. അല്ല,